അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീൻ പരിശുദ്ധമായ മദീനയിലും മക്കയിലൊക്കെ വ്യാപിച്ചു, പരിസര പ്രദേശങ്ങളിലേക്ക് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ ഹബീബിന് അള്ളാഹു നൽകുന്ന സമയം അവസാനിക്കുകയാണ്. പുണ്യനബി വഫാത്തിനോട് അടുക്കുകയാണ്. ശ്രദ്ധിക്കണം എന്റെ സഹോദരങ്ങളെ, പുണ്യനബി വഫാത്തിനോട് അടുക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വഫാത്തിനോട് അടുത്തപ്പോ ഇറങ്ങിയ ആയത്തേതാ? ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫതഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബാ. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു നിയോഗിച്ച ദൗത്യം പൂർണ്ണമാവാൻ, റസൂലുള്ളാഹി നിയോഗിച്ച ദൗത്യം പൂർണ്ണമായി എന്നതാ ഈ ആയത്ത് ഇറങ്ങിയപ്പോഴാണ് മഹാനായ സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞത്, പല സ്വഹാബികളും കരഞ്ഞത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്ത് ഈ സൂറത്തിൽ അതിന്റെ സൂചനയുണ്ട് എന്ന് ചില സ്വഹാബികൾക്ക് മനസ്സിലായി. കാരണം എന്താ? നബിയേ, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫതഹ്, അല്ലാഹുവിന്റെ വിജയവും അല്ലാഹുവിന്റെ സഹായവും വിജയവും നബി അങ്ങേക്ക് വന്നാൽ, വറഅയ്തന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ, ആളുകൾ കൂട്ടം കൂട്ടമായി ദീനിലേക്ക് കടന്നു വരികയും ചെയ്യുന്നതങ്ങ് കണ്ടാൽ, ഫസബ്ബിഹ് ബിഹംദി റബ്ബിക, നിങ്ങൾ തസ്ബീഹ് ചൊല്ലി ഇരുന്നോളൂ നബിയേ. നല്ല ശ്രദ്ധിക്കണം ഈ ആയത്ത് നല്ല ശ്രദ്ധിക്കണം. എന്താ ഇതിന്റെ അർത്ഥം? അള്ളാഹുവിന്റെ ഹബീബിന്റെ ദൗത്യം പൂർണ്ണമാവാ, അള്ളാഹു തന്റെ ഹബീബിനെ തന്നിലേക്ക് തിരിച്ചു വിളിക്കാനൊരുങ്ങുമെന്ന് പറഞ്ഞാൽ മരിക്കാനൊരുങ്ങാൻ, വഫാത്താവാൻ പോവുകയാണ് പുണ്യനബി. വഫാത്താവാൻ പോകുമ്പോൾ അള്ളാഹു പറഞ്ഞതെന്താ? ഒരാൾ മരിക്കുന്നതിനോട് അനുബന്ധമായി ഒരാൾക്ക് പ്രായമാകുമ്പോൾ അയാൾ ചെയ്യേണ്ടതെന്താ? ഒരാൾക്ക് പ്രായമാകുമ്പോൾ അയാൾ ചെയ്യേണ്ടത് 50 വയസ്സ് കഴിഞ്ഞു, 60 വയസ്സ് കഴിഞ്ഞു, അയാൾ ഇനി രാഷ്ട്രീയ പാർട്ടിണ്ടാക്കി മത്സരിക്കാനല്ല പോണ്ടേ. ഫസബ്ബിഹ് ബിഹംദി റബ്ബിക, പരിശുദ്ധ ഖുർആൻ, ഫസബ്ബിഹ് ബിഹംദി റബ്ബിക, നിങ്ങൾ അല്ലാഹുവിന്റെ തസ്ബീഹ് ചൊല്ലിയിരിക്കണം നബിയേ. ഏറെ നേരം നിങ്ങൾ തസ്ബീഹുകൾക്കായി മാറ്റിവെക്കണം നബിയേ, ദിക്റിനായി മാറ്റിവെക്കണം യാ റസൂലല്ലാഹ്. ആരാ പഠിപ്പിക്കുന്നത്? രാജാതിരാജനായ അല്ലാഹുവാണ്. മഹാന്മാരായ സ്വഹാബികൾ രേഖപ്പെടുത്തുന്നു, ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ആയത്തിറങ്ങിയതിന് ശേഷം ഏറെ നേരവും അല്ലാഹുവിന്റെ ഹബീബ് ദിക്റിലായി തസ്ബീഹിലായി കഴിഞ്ഞുകൂടാറുണ്ടായിരുന്നു. ഈ ആയത്തിറങ്ങിയതിന് ശേഷം മഹാനായ അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്, ഒരാൾ 40 വയസ്സ് കഴിഞ്ഞാൽ, ആർവകൾ പറയാം 40 കഴിഞ്ഞാൽ തന്നെ അയാളുടെ 60% ഉഖ്റവിയായ ലോകത്തേക്കാവണം. 60 കഴിഞ്ഞാൽ പിന്നെ അയാളുടെ ജീവിതത്തിന്റെ ഏറെ സമയവും അല്ലാഹുവിലാവണം, ദിക്റിലാവണം, തസ്ബീഹിലാവണം എന്നതാണ് ഈ ആയത്തിന്റെ സൂചനയെന്ന് മഹാനായ അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു. എന്തുകൊണ്ട്? തസ്ബീഹിന് ആത്മാവിനെ വളർത്താൻ കഴിയും. ആത്മാവ് തിരിച്ചു പോകാൻ ഒരുങ്ങാണ്. ആത്മാവ് തിരിച്ചു പോകാൻ ഒരുങ്ങുമ്പോ എങ്ങനെ പോണ്ടേ? ആത്മാവ് തിരിച്ചു പോകാൻ ഒരുങ്ങുമ്പോ എങ്ങനെ പോകണം? ഗൾഫിൽ നിന്ന് വരുമ്പോ ചില ആൾക്കാർ കണ്ടില്ലേ, നാട്ടിൽ വരുന്ന സമയത്ത് നല്ല ഉഷാറായി താടിയൊപ്പിച്ച് മീശൊക്കെ ശരിയാക്കി നല്ല തുണിങ്ങുപ്പ എടുത്തിട്ട് അവര് വരാം നാട്ടിലേക്ക്. അങ്ങനെയല്ലേ പല ആൾക്കാരും. പിന്നെ വേറെ ഉള്ളവരൊക്കെ പ്രവാസികളായി പോയത് എന്തേ? നല്ല ഡ്രസ്സ് കൊടുത്തിട്ട് അത്തറും പരട്ടിയിട്ടോ നാട്ടിലൂടെ പോയപ്പോഴാണ് മറ്റോനെ വാസന അനുഭവിച്ചു പോകാൻ പറഞ്ഞു. കുറച്ചോനെ ഇതാണല്ലേ ഗൾഫോനും കയറിപ്പോയപ്പോൾ അവന് കഥ അറിഞ്ഞു. കയറിപ്പോയപ്പോഴാണ് അവന്റെ അവസ്ഥ മനസ്സിലായത്. എന്താ? നാട്ടിക്ക് വരുമ്പോ നല്ല ചൊങ്കനായിട്ട് വരിക, ഏരാടും നല്ല നല്ല ഭംഗിയായി വസ്ത്രം ധരിച്ചൊരുങ്ങിയിട്ട് വരിക. ഇതേപോലെ തന്നെ റബ്ബിലേക്ക് തിരിച്ചു പോകാനൊരുങ്ങാൻ. ശരീരത്തെ അല്ല ശരിപ്പെടുത്തേണ്ടത് ആത്മാവിനെയാണ്. എന്നെല്ലാരും പണിയെന്താ? ശരീരം ശരിയാക്കാം. 60 വയസ്സായി, അറ്റാക്കിന്റെ ചെറിയ ശാഖ ഉണ്ടെന്ന് കണ്ടു, ഡോക്ടർ പറഞ്ഞു അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് 5 മണിക്ക് നടക്കണം. 5 മണിക്ക് നടക്കണമെന്ന് പറഞ്ഞു. അറ്റാക്ക് വന്നാലും മരിക്കും, വന്നില്ലെങ്കിലും മരിക്കും. എല്ലാ ദിവസവും ഡോക്ടറോട് പറഞ്ഞപ്പോ എന്ത് കൃത്യവന്റെ നടത്തം? 5 മണി എന്ന് പറഞ്ഞാൽ 5 മണി തന്നെ തെറ്റാറില്ല. പോണ വഴിക്കാണ് അവൻ സുബഹി നമസ്കരിക്കാറുള്ളത്. നിങ്ങൾ ആലോചിക്കണം, ശരീരത്തിന് അറ്റാക്ക് വരുമോ എന്ന് ഭയപ്പെട്ടിട്ടാണ്. ഒന്നുമല്ല, പണ്ടൊന്നും പെണ്ണുങ്ങൾ നടക്കാറുണ്ടായിരുന്നില്ല. ഏത് റോട്ടിൽ ഇറങ്ങിയാലും പറതട്ടന്മാരും നടക്കാം. കൃത്യമായി നടക്കുന്നു. എന്താ? ശരീരത്തെ റെഡിയാക്കുകയാണ്. മരിക്കാൻ പോകുന്ന ഒരാൾ ചെയ്യേണ്ടത് ആത്മാവിന് ഭക്ഷണം കൊടുത്ത് ആത്മാവിനെ സമ്പന്നമാക്കണം. ഈ ആത്മാവ് തിരിച്ചു പോകാനൊരുങ്ങാൻ. എങ്ങോട്ട്? ഇത് വന്ന സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു പോകാൻ ഒരുങ്ങുന്നു. അപ്പൊ ആത്മാവ് ശാന്തനായി വേണം തിരിച്ചു പോകാൻ. ആത്മാവിന് ശാന്തത കിട്ടാനുള്ള വഴി എന്താ? ശാന്തമാകുന്ന ചില ഭക്ഷണം ഉണ്ടത് കൊടുക്കണം.
ആത്മാവ് ശാന്തമാകുന്ന ചില ഭക്ഷണം അല്ലേ? കുട്ടികൾ കരയും. എപ്പോ കുട്ടികൾ വിശന്നാൽ കരയും. അപ്പൊ ഉമ്മ മുലപ്പാൽ കൊടുക്കും. എന്നിട്ടും വിശപ്പ് നിന്നില്ലേ, ഭക്ഷണം കൊടുക്കും. ഭക്ഷണം കൊടുത്താൽ വിശപ്പിന്റെ കരച്ചിൽ നിൽക്കും. പക്ഷേ വയറ് നിറഞ്ഞവനെന്താവും? തുള്ളിച്ചാടി അവിടെ പോയി ഇവിടെ പോയി, അവിടെ കയറി ഇവിടെ കയറി, മറ്റോടത്ത് കയറിയോൻ ചിലപ്പോൾ മറിഞ്ഞൊക്കെ വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഉമ്മയുടെ കണ്ണിൽ നിന്നവൻ അപ്രത്യക്ഷനായി പോകാതിരിക്കാൻ, മുറ്റത്ത് കളിക്കാൻ പോകാതിരിക്കാൻ, അപ്പുറത്തേക്ക് പോകാതിരിക്കാൻ. ഇപ്പൊ ഭക്ഷണം കഴിച്ചു വിശപ്പൊക്കെ മാറിയപ്പോ പിന്നെ അവൻ തുള്ളിച്ചാടാൻ തുടങ്ങിയതാ. അത് അവനെ പിടിച്ചു നിർത്താൻ ഉമ്മ ചെയ്യുന്നത് കളിപ്പാട്ടം കൊടുക്കും. കളിപ്പാട്ടം കൊടുത്തവൻ അവിടെ തന്നെ ഉണ്ടാവും. അത് ശരീരത്തിന്റെ പ്രത്യേകത, ശ്രദ്ധിക്കണം. ഒരു കളിപ്പാട്ടം കൊടുത്താൽ അവൻ ആ കളിപ്പാട്ടത്തിൽ കൂടും. ആത്മാവിന്റെ കളിപ്പാട്ടമാണ് എന്റെ പ്രിയമുള്ളവരെ ദിക്റുല്ലാഹി. അല്ലാഹുവിന്റെ ദിക്റാണ് ആത്മാവിന്റെ കളിപ്പാട്ടം. ആ ദിക്റ് ആത്മാവിന് കിട്ടിക്കൊണ്ടിരുന്നാൽ, കിട്ടന്റെ വഴി കിട്ടിയ നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുമ്പോൾ പോലും ടച്ചാവുന്നില്ല ആത്മാവുമായി. ഹൃദയവുമായി ടച്ചില്ലാത്തത് കൊണ്ട് നമ്മൾ ചൊല്ലുന്നതിന്റെ രുചി കിട്ടുന്നില്ല. ആത്മാവുമായി ഇത് ബന്ധപ്പെട്ടാൽ ആത്മാവ് വളരെ ശാന്തമാവും. ഖുർആൻ പറഞ്ഞാൽ എന്താ അറിയോ? ശാന്തമായി വേണം തിരിച്ചു ചെല്ലാൻ. എന്താണ് പറഞ്ഞതിനർത്ഥം? മരിക്കാൻ പോകുമ്പോ അസ്റായീൽ അലൈഹിസ്സലാം മുഅ്മിനായ മനുഷ്യന്റെ തലയുടെ ഭാഗത്ത് നിന്ന് പറയുന്ന മറുപടി വാക്കാണത്. എന്താ പറയുന്ന വാക്ക്? യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, ശാന്തമായ ആത്മാവേ, ശാന്തമായ ആത്മാവേ. അത് മുത്മഇന്ന എന്നാണ്, ഇത്മിനാൻ ലഭിച്ച ആത്മാവേ. ഒരു ശരീരം, ഒരു ആത്മാവ് മുത്മഇന്നത്താകുന്ന പുറപ്പെടാൻ. അതാണ് ഖുർആൻ നേരത്തെ ഞാൻ ഓതിയല്ലോ ആയത്ത്, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ദിക്ർ കൊണ്ട് മാത്രമാണ് ആത്മാവും ശരീരവും മുത്മഇന്നത്താകുന്നത് എന്ന് പറഞ്ഞാൽ, മരണത്തോടനുബന്ധിച്ച് ആത്മാവിന് നൽകേണ്ട ഭക്ഷണം മുഴുവനും ദിക്റാണ്. നിറഞ്ഞ ദിക്റുകളാകണം. അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു കൽപ്പിച്ചത് ഒന്നതാണ്, ഫസബ്ബിഹ് ബിഹംദി റബ്ബിക്. രണ്ടാമത് പറഞ്ഞതോ വസ്തഗ്ഫിറുഹു, അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുകയും ചെയ്യുക. എന്തിനാ ഇസ്തിഗ്ഫാർ? ആത്മാവിനേറ്റ ക്ഷതം പരിഹരിക്കാനാണ് ഇസ്തിഗ്ഫാർ. ആത്മാവിനേറ്റ ക്ഷതം പരിഹരിക്കാൻ. കണ്ടോ? തസ്ബീഹ്, ആത്മാവിനെ വളർത്താൻ, ആത്മാവിന്റെ വിശപ്പ് തീർക്കാൻ. ഇസ്തിഗ്ഫാർ, ആത്മാവിനേറ്റ ക്ഷതം തീർക്കാൻ. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഞാൻ ഏതാനും ചില ആത്മാവിന് ക്ഷതമേൽക്കുന്നത് പരിഹരിക്കപ്പെടാനും അതേപോലെ അമിതമായ വിശപ്പ് അടക്കാനുമുള്ള ചില ഒറ്റമൂലികൾ പുണ്യനബി പറഞ്ഞു തന്നിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ചില ക്യാപ്സൂളുകൾ റസൂൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അല്ലേ? ഡോക്ടർ പറയും ഭക്ഷണത്തിൽ നിന്ന് വേണ്ടത്ര വിറ്റാമിൻ കിട്ടില്ലെങ്കിൽ പിന്നെ ഡോക്ടർ പറയണ്ട, അതിന്റെ കൂടെ ഈ വിത്തുളിയും കൂടി കഴിച്ചോളൂ. അതന്നെയാണ് ഈ ദിക്റുകൾ. മഹാനായ നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അഫ്ളലു മാ ഖുൽതു വന്നബിയ്യൂന ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരാൾ ചൊല്ലുന്ന ദിക്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആണ്. ഒരു 10 വട്ടം ചൊല്ലാൻ ദ്വാരക്കാൻ പോവാണല്ലോ. ജദ്ദിദു ഈമാനകും. നിങ്ങൾ ചൊല്ലേണ്ടതെന്നറിയോ? അല്ലാഹു മാത്രം ഖൽബിൽ ഉണ്ടാവുകയും ഖൽബ് ടച്ചായി ചൊല്ലും ചെയ്യണം. ജദ്ദിദു ഈമാനകും വനബ്ബിറു ഖുലൂബകും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹു ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്.